ഇന്ന് രാവിലെ ചായയും കുടിച്ച് പത്രമെടുത്ത മലയാളി ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാകും. കണ്ണു തള്ളിക്കുന്ന വാർത്തകളാണ് ഒന്നാം പേജിൽ നിറഞ്ഞു നിൽക്കുന്നത്. 10 വർഷം മുൻപത്തെ വാർത്തകൾ. നാളെ മുതൽ ലോഡ് ഷെഡിംഗ്, KSRTC പൂട്ടുന്നു, ട്രഷറി പൂട്ടാൻ പോകുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾ കരുതിയത് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന ഭരണത്തിൽ ഒടുവിൽ എല്ലാം കുളമായോ എന്നാണ്. എന്നാൽ സംഗതി അതല്ല. ഇതൊരു ഒന്നൊന്നര PR കളിയാണ്. 10 വർഷം മുൻപത്തെ പഴയ പത്ര കട്ടിങ്ങുകൾ തപ്പിപ്പിടിച്ച് കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ പരസ്യമായി നൽകിയിരിക്കുകയാണ് പിണറായി വിജയന്റെ PRD വകുപ്പ്. ജനങ്ങളുടെ നികുതി പണം എടുത്ത പഴയ ചപ്പുചവറുകൾ വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ നാടകം ആരെ പറ്റിക്കാനാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യഥാർത്ഥത്തിൽ ഈ പരസ്യത്തിലൂടെ പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പച്ചയ്ക്ക് പരിഹസിക്കുകയാണ്. 2012 തീയതി വെച്ച് പഴയ വാർത്തകൾ നിരത്തിയിട്ട് തൊട്ടടുത്ത പേജിൽ ഇപ്പോൾ എല്ലാം സുരക്ഷിതമാണെന്ന് എഴുതി വെക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? അന്നത്തേക്കാൾ വലിയ പുണ്യാളന്മാരാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നവർ ചില കാര്യങ്ങൾ സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ്. അന്ന് ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് KCB എത്ര 10,000 കോടി രൂപയുടെ കടത്തിലാണ്. വൈദ്യുതി ചാർജ് എത്ര തവണയാണ് നിങ്ങൾ കൂട്ടി ജനങ്ങളെ പിഴിഞ്ഞത്? സ്മാർട്ട് മീറ്ററിന്റെ പേരിൽ വീണ്ടും പാവങ്ങളെ പറ്റിക്കാൻ നോക്കുന്നവരിൽ ഈ വെളിച്ച വിപ്ലവത്തെ കുറിച്ച് പറയുന്നത്. KSRTC ലാഭത്തിലാണെന്ന് പരസ്യത്തിൽ അടിച്ചുവിടുമ്പോൾ പാവം ജീവനക്കാർ ശമ്പളത്തിന് വേണ്ടി കോടതി കയറുന്നതും പെൻഷൻകാർ മരുന്നിന് കാശില്ലാതെ അലയുന്നതും ഏത് ലാഭത്തിന്റെ കണക്കിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത്? ഇനി ഏറ്റവും വലിയ തമാശ, ഈ സർഗാത്മക പരസ്യത്തിന് ചെലവാക്കിയ കോടിക്കണക്കിന് രൂപയാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും 2 പേജ് നിറയെ ഈ പരസ്യം വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ മാസങ്ങളായി കുടിശ്ശികയാണ്. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, റോഡിലെ കുഴിയടയ്ക്കാൻ പോലും പണമില്ല എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ വേണ്ടി ഖജനാവിലെ പണം വാരിക്കോരി എറിയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ നേട്ടങ്ങൾ പറയാൻ പാർട്ടിയുടെ പണം ഉപയോഗിക്കാം, അതിൽ ആർക്കും പരാതിയില്ല. പക്ഷേ ജനങ്ങളുടെ വിയർപ്പിന്റെ പണം എടുത്ത് രാഷ്ട്രീയ എതിരാളികളെ താറടിക്കാൻ സർക്കാർ വകുപ്പിനെ ദുരുപയോഗം ചെയ്യുന്നത് അഴിമതിയല്ലെങ്കിൽ പിന്നെ എന്താണ്? സർക്കാരുകൾക്ക് ഒരു തുടർച്ചയുണ്ട് എന്ന ജനാധിപത്യ മര്യാദ പോലും കാറ്റിൽ പറത്തിയാണ് ഈ PR നാടകം അരങ്ങേറുന്നത്. ഇതൊരു PR ഭരണമാണ്. ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെങ്കിലും പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം ശരിയായി എന്ന് വരുത്തി തീർക്കാനാണ് ഇവരുടെ ശ്രമം. ദേശീയപാത വികസനം പൂർണ്ണതയിലേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ തങ്ങളുടേതാണെന്ന് വരുത്താൻ നോക്കുന്നവർ കേന്ദ്ര വിഹിതത്തെയും സ്ഥലം ഏറ്റെടുക്കാൻ കഷ്ടപ്പെട്ടവരെയും പടിക്ക് പുറത്ത് നിർത്തുകയാണ്. കരുവന്നൂർ ബാങ്കിൽ പണം പോയ പാവങ്ങളുടെ കരച്ചിലോ മാസപ്പടി വിവാദമോ പിൻവാതിൽ നിയമനങ്ങളോ AI ക്യാമറ അഴിമതിയോ ഒന്നും ഈ 2 പേജ് പരസ്യം കൊണ്ട് മാറുപോകില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്ന PRD വകുപ്പിനോട് ഒരു വാക്ക്. പഴയ തീയതി വെച്ച് പരസ്യം അടിക്കുമ്പോൾ അഴിമതിയിൽ മുങ്ങിയ കേരളം കടക്കിണിയിലായ സംസ്ഥാനം എന്ന ഇന്നത്തെ യാഥാർത്ഥ്യം കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. പിണറായി വിജയൻ എത്ര കോടി മുടക്കി പരസ്യം കൊടുത്താലും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവർക്ക് നന്നായിട്ട് അറിയാം. ഖജനാവ് മുടിപ്പിക്കുന്ന ഈ PR കളി നിർത്തിയിട്ട് വല്ല കാര്യക്ഷമമായ ഭരണവും കാഴ്ചവെക്കാൻ നോക്കുന്നതാവും ഈ നാടിന് നല്ലത്. മലയാളിക്ക് ഓർമ്മശക്തി കുറവാണെന്ന് കരുതുന്നവർക്ക് കാലം മറുപടി നൽകുക തന്നെ ചെയ്യും. സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്ന പരസ്യത്തിൽ എന്തേ കരുവന്നൂർ ബാങ്കിലെ പാവപ്പെട്ടവരുടെ കണ്ണീരിനെ കുറിച്ചൊന്നും പറയാത്തത്? പാർട്ടി നേതാക്കൾ കൊള്ളയടിച്ച പണം തിരിച്ചു കിട്ടാതെ മരിച്ചുപോയ പാവങ്ങളുടെ ശാപം ഈ സർക്കാരിനുണ്ട്. മാസപ്പടി വിവാദത്തിലും AI ക്യാമറ അഴിമതിയിലും മുങ്ങി നിൽക്കുന്നവർക്ക് പഴയ പത്ര കട്ടിംഗ് കാണിച്ച് ജനങ്ങളെ പറ്റിക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. കേരളത്തിലെ യുവജനങ്ങൾ തൊഴിലില്ലാതെ കൂട്ടത്തോടെ വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ്. പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും ആഘോഷമാക്കുന്നവർക്ക് യുവതലമുറയുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ഒന്നും പറയാനില്ലേ? എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ, നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ? ജനങ്ങളുടെ നികുതി പണം എടുത്ത് പഴയ ചപ്പുചവറുകൾ വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ നാടകം ആരെ പറ്റിക്കാനാണ്? ഈ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇവിടെ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അഴിമതിയും കടക്കെടിയും PR പണികളും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഓരോ മലയാളിയും ഇന്ന് ചോദിക്കുകയാണ്. ഭരണം പാളിയാലും പരസ്യം കൊടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പഠിപ്പിച്ചു തന്ന ആ PR ഗുരുവിനെ വേണം ആദ്യം സമ്മതിക്കാൻ. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നിങ്ങളുടെ കണ്ണിൽ പെടില്ല. കാരണം മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും കണ്ണ് എപ്പോഴും ക്യാമറയിലും പത്രപരസ്യത്തിലുമാണ്. നാണമില്ലേ സർക്കാരെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഇമാതിരി തരം താഴ്ന്ന PR വേലകൾ കാണിക്കാൻ? PR വർക്ക് കൊണ്ട് വോട്ട് പിടിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പത്രത്തിലെ ഈ ചായം പൂശിയ വാർത്തകൾ കണ്ടല്ല മലയാളി വോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഗൗരവകരമായി ചിന്തിക്കേണ്ടത്. ഒരു സർക്കാർ പത്രങ്ങളിൽ പേജ് നിറയെ പരസ്യം നൽകുന്നത് എപ്പോഴാണ്?
ആ നാടിനു വേണ്ടി എന്തെങ്കിലും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴോ ജനങ്ങളുടെ ജീവിതം അത്രമേൽ സുരക്ഷിതമാക്കുമ്പോഴോ ആണ് എനിക്ക് ഈ സർക്കാരിനോട് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി വല്ലതും ചെയ്തിട്ടാണോ നിങ്ങൾ ഈ കോടികളുടെ പരസ്യം നൽകുന്നത്? ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി വെച്ചിട്ട് അവരുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം നാടകങ്ങൾ കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസാക്ഷി വരുന്നു? നിങ്ങൾ പത്രത്തിൽ ഏത് തള്ളു തള്ളിയാലും ജനങ്ങൾ അനുഭവിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഒരു സാധാരണക്കാരന് ഇന്ന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് തീ വിലയാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കാതെ എത്രയോ വയോധികർ മരുന്നിന് പോലും കാശില്ലാതെ കണ്ണീരൊഴുക്കുന്നുണ്ട്. അവരുടെ ആ കണ്ണീരിന് മുകളിലൂടെയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ കോടികൾ വാരിയെറിയുന്നത്. നാണമില്ലേ സർക്കാർ നിങ്ങൾക്ക് ഈ അഹങ്കാരത്തിന്? നാടിനു വേണ്ടി വല്ലതും ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ എവിടെ നോക്കിയാലും സ്തംഭനാവസ്ഥയാണ്. ലൈഫ് മിഷനിൽ എത്ര പേർക്ക് ഇന്ന് വീട് കിട്ടുന്നുണ്ട്? കർഷകർ നെല്ലളന്നിട്ട് കാശ് കിട്ടാതെ ആത്മഹത്യയുടെ വക്കിലല്ലേ? യുവാക്കൾക്ക് ഇവിടെ എന്ത് തൊഴിലവസരമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? ഇതൊന്നും പരിഹരിക്കാൻ ഈ സർക്കാരിന് സമയമില്ല, പണവുമില്ല. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ പരിഹസിക്കാനും സ്വന്തം പരാജയങ്ങൾ വെള്ളപൂശാനും ഖജനാവിൽ ഇഷ്ടംപോലെ പണമുണ്ട്. മലയാളിക്ക് വിവരമില്ലെന്നാണോ നിങ്ങളുടെ ധാരണ? 10 വർഷം മുൻപത്തെ പത്രത്താളുകൾ തപ്പിപ്പിടിച്ച് വായനക്കാരെ അമ്പരിപ്പിക്കാമെന്ന് കരുതിയവർ ഒരു കാര്യം മറന്നുപോകുന്നു. വോട്ട് തന്ന ജനങ്ങളെ ഇത്രത്തോളം പുച്ഛിക്കുന്ന ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടായില്ല. രാഷ്ട്രീയം കളിക്കാൻ ഭരണ സംവിധാനത്തെയും ജനങ്ങളുടെ നികുതി പണത്തെയും ഉപയോഗിക്കുന്ന ഈ രീതി അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഈ PR പ്രഹസനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാവക്കറകൾ കഴുകിക്കളയാമെന്ന് കരുതേണ്ട. നാടിന് ഗുണകരമായത് ഒന്നും ചെയ്യാതെ വെറും പരസ്യങ്ങളിലൂടെ ഭരണം കൊണ്ടുപോകുന്ന ഈ ശൈലിക്ക് കേരളത്തിലെ ജനങ്ങൾ വൈകാതെ തന്നെ കനത്ത മറുപടി നൽകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. പിണറായി വിജയൻ സർക്കാർ ഇന്ന് ഭയപ്പെടുന്നത് മറ്റാരെയുമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ്. 10 വർഷം മുൻപത്തെ പത്രത്താളുകൾ പരതി പഴയ വാർത്തകൾ പരസ്യമായി നൽകാൻ ഒരു സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിലവിൽ പറയാൻ അവർക്ക് ഒരു നേട്ടവുമില്ല എന്നാണ്. നാണമില്ലേ നിങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പിന്? ഒരു വശത്ത് കേരളം കടക്കെണിയിലാണെന്ന് പറഞ്ഞ് വിലപിക്കുന്നു, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. മറുവശത്ത് മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ വേണ്ടി പത്രങ്ങളിൽ പേജ് നിറയെ കോടികൾ മുടക്കി പരസ്യം നൽകുന്നു. ഈ പരസ്യം കണ്ടാൽ തോന്നും കേരളത്തിൽ ഇപ്പോൾ പാലും തേനും ഒഴുകുകയാണെന്ന്. എന്നാൽ സത്യം മറ്റൊന്നാണ്. ഇതൊരു PR ഭരണമാണ്. പണം നൽകി വാർത്തകൾ സൃഷ്ടിക്കുന്ന, പരസ്യങ്ങളിലൂടെ സത്യത്തെ മൂടി വെക്കുന്ന ഒരു സർക്കാർ. പക്ഷേ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. കോടികൾ മുടക്കി പത്രങ്ങളിൽ വലിയ പരസ്യം നൽകിയാൽ മാനു പോകുന്നതല്ല കരുവന്നൂർ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടവരുടെ കണ്ണീർ. നിങ്ങൾ നൽകുന്ന തിളക്കമുള്ള പരസ്യങ്ങൾ കണ്ടാൽ ഇല്ലാതാകുന്നതല്ല മാസപ്പടി വിവാദത്തിലെ അഴിമതി ആരോപണങ്ങൾ. നിങ്ങൾ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഭരണകാലത്ത് നടന്ന സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും AI ക്യാമറ തട്ടിപ്പും ഈ നാട്ടിലെ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പഴയ ഭരണത്തെ കുറ്റപ്പെടുത്തി സ്വന്തം പരാജയങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്ന ഈ രീതി ജനാധിപത്യത്തിന് അപമാനമാണ്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന ഈ രീതി ലജ്ജാകരമാണ്. നിങ്ങൾ പത്രങ്ങളിൽ എന്ത് തള്ളിയാലും കേരളത്തിലെ നിരത്തുകളിലെ കുഴികളിലും പട്ടിണി കിടക്കുന്ന പെൻഷൻകാരും തൊഴിലില്ലാതെ അലയുന്ന യുവാക്കളും നിങ്ങളുടെ ഭരണത്തിന്റെ യഥാർത്ഥ പരസ്യമായി ഇന്നും നിലനിൽക്കുകയാണ്. ഈ PR അഭ്യാസങ്ങൾ കൊണ്ട് കേരളത്തിലെ ബോധമുള്ള ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതേണ്ട. വരും ദിവസങ്ങളിൽ ഈ ജനവിരുദ്ധ ഭരണത്തിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? സർക്കാരിന്റെ ഈ പരസ്യ നാടകം ഖജനാവ് കൊള്ള തന്നെയല്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.